ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അവസരങ്ങൾക്കായി ആത്മവിശ്വാസം കൈവിടാതെ കാത്തിരുന്ന് ഒടുവിൽ അടിച്ചപ്പോൾ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് തന്നെ അടിച്ച സഞ്ജുവിനെ പോലെ ഇത്തവണത്തെ ഓസ്കാർ നേടിയ ഗായിക AJ. 6ാമത്തെ വയസ്സിൽ ഫാമിലിയോടൊപ്പം സൗത്ത് കൊറിയയിൽ നിന്നും അമേരിക്കയിൽ എത്തിയ പെൺകുട്ടി. അവളെ അമ്മ കുറച്ച് കൊറിയൻ പോപ്പ് സോങ്സ് പഠിപ്പിക്കുന്നു. അങ്ങനെ പാട്ടിൽ ഇൻട്രസ്റ്റ് തോന്നിയ പെൺകുട്ടി കരോക്കയിലൊക്കെ പാടി പഠിച്ച് കുറെ ഓഡിഷൻസ് പങ്കെടുക്കുന്നു. കുറെ എണ്ണം ഡ്രോപ്പായി ഫൈനലി 11ാമത്തെ വയസ്സിൽ അവൾക്ക് അമേരിക്കയിലെ SM എന്റർടൈൻമെന്റ് ഗ്രൂപ്പിൽ മ്യൂസിക് ട്രെയിനി ആയിട്ട് ജോലി കിട്ടുന്നു. ആ സ്ഥാപനത്തിൽ വന്നു പോകുന്ന ഓരോ പാട്ടുകാരെയും ട്രെയിൻ ചെയ്യുന്നതും ആ കമ്പനി പുറത്തിറക്കുന്ന K-pop പാട്ടുകൾക്ക് കോറസ് ടീമിനെ ഒരുക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം AJ ആയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് മാത്രം ഏതെങ്കിലും ഒരു ആൽബത്തിൽ ഒന്ന് സോളോ പാടാനോ ഗ്രൂപ്പിനോടൊപ്പം ഒന്ന് പാടാനോ പെർഫോം ചെയ്യാനോ അവസരം കമ്പനി കൊടുത്തില്ല. അവിടെ വന്നു പോയവരെല്ലാം അവിടുത്തെ മ്യൂസിക് ആൽബങ്ങളിലൂടെ പ്രശസ്തരായി. ഒടുവിൽ 2011 കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അവൾ ആ ജോലി വിട്ടിറങ്ങി. 10 വർഷം അവിടെ പാട്ടും ഡാൻസും മണിക്കൂറുകളോളം പഠിപ്പിച്ചിട്ടും ഒരു പാട്ട് പോലും കൊടുക്കാതെ കമ്പനി പറഞ്ഞു വിട്ടപ്പോൾ മെന്റലി ഡൗൺ ആയ AJ ആൻഡ്രൂ കോയ് എന്ന് പറയുന്നൊരു മ്യൂസിക് കമ്പോസറിനെ പരിചയപ്പെട്ട് മ്യൂസിക് പ്രൊഡക്ഷനും പാട്ട് എഴുത്തും തുടങ്ങുന്നു. അതുവരെ പാട്ട് എഴുതാത്ത AJ പാട്ട് എഴുതി തുടങ്ങി എന്നറിഞ്ഞപ്പോൾ SM എന്റർടൈൻമെന്റ് പിന്നെയും വിളിച്ചു, ഇത്തവണ പാട്ട് എഴുതുന്നത് ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. പക്ഷേ അവളുടെ വരികൾ കണ്ട SM എന്റർടൈൻമെന്റ് അവരുടെ പുതിയ ആൽബം റെഡ് വെൽവെറ്റ് എന്ന ഗേൾ ബാൻഡ് ഒരുക്കുന്ന പാട്ടിന് വരികൾ എഴുതാൻ അസിസ്റ്റന്റ് ആക്കി. ആ പാട്ട് ആ വർഷത്തെ ഹ്യൂജ് ഹിറ്റായി മാറി. പുറകെ കുറച്ച് പാട്ടുകൾക്ക് വരി എഴുതുന്നു. അതിനു പുറകെ SM-ന്റെ തന്നെ ഹിറ്റ് K-ഡ്രാമ വിമൻ ഓഫ് 9.9 ബില്യണിൽ ആദ്യമായിട്ട് AJയുടെ ശബ്ദം കമ്പനി ഉപയോഗിക്കുന്നു. പിന്നെ ഓരോ വർഷവും അത്യാവശ്യം തരക്കേടില്ലാത്ത ഓരോ ആൽബങ്ങൾ അതിൽ പാട്ട് എഴുതും. പക്ഷെ കഴിഞ്ഞ വർഷം തലവര് തെളിഞ്ഞു. K-pop ഡിമോൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആനിമേറ്റഡ് മ്യൂസിക്കൽ ഫാന്റസി ഫിലിമിൽ റുമി എന്ന ഗായിക കഥാപാത്രത്തിന്റെ പാട്ട് വോയിസായി AJ പാടുന്നു. അത് പുറത്തിറങ്ങിയതോടുകൂടി സിനിമയേക്കാൾ ഗോൾഡൻ എന്ന് തുടങ്ങുന്ന ആ പാട്ടും AJയുടെ ശബ്ദവും ജനം ഏറ്റെടുക്കുന്നു. പാട്ട് എല്ലായിടത്തും വൈറൽ. നല്ല കാലത്ത് പോലും ആരും ഒരു പാട്ട് കൊടുക്കാതിരുന്ന AJ എന്ന 33-കാരി ഒടുവിൽ സൗത്ത് കൊറിയയുടെ ചരിത്രത്തിൽ തന്നെ ഓസ്കാർ നേടുന്ന ആദ്യ ഗായികയായി അതോടെ ചരിത്രം സൃഷ്ടിച്ചു.